മിടുക്കനെ പുളുത്തുകൾ കുഴിച്ച വാരിക്കുഴി. ഇതുപോലെ ഒരു മരമണ്ടൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ ചരിത്രത്തിൽ ഇന്നേവരെ ഇരുന്നിട്ടുണ്ടാവില്ല. അസൂയമൂത്ത് ഒറ്റയ്ക്ക് തിന്നുവാൻ നോക്കിയതാണ്. കൊള്ളാവുന്ന സകലരെയും പാര വെച്ച് പുറത്തു ചാടിച്ചും പുകച്ചു ചാടിച്ചും നാറ്റിച്ചും ഇല്ലാതാക്കി. തന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുവാൻ ചിലരെ ലക്ഷ്യം വെച്ച് കുത്തിയ വാരിക്കുഴിയിൽ ഇപ്പോൾ ഇതാ സ്വയം മൂക്കുകുത്തി വീണ് കിടക്കുകയാണ്. ആര്? നെട്ടൂർ താരകൻ. ഇയാളെ പറവൂരുകാരൻ എന്ന് പറയരുത്, നെട്ടൂരുകാരൻ എന്ന് പറയണം. ഈ കുഴിപ്പുളവൻ പറവൂരുകാർക്ക് നാണക്കേടാണെന്നും പറഞ്ഞൊരു നാട്ടുകാരൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ഇദ്ദേഹത്തെ നെട്ടൂർ താരകൻ എന്ന് ഞങ്ങളിപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികളുടെയും ഉത്തരവാദി ഈ കുലംകുത്തി ചതീശന്റെ ബുദ്ധിയില്ലായ്മയും വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തികളുമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു പാവം അരമനക്കൊണ്ടനെയും പിടിച്ചിരുത്തിരിക്കുന്നതിനാൽ അയാൾക്കും യാതൊരു കാര്യവിവരവുമില്ല, റോളുമില്ല. ഇന്നലെ ഷാഫിയെ വടകരയിൽ പട്ടാപ്പകൽ തടയുവാനുള്ള ആർജവം എങ്ങനെ DYFIക്കുണ്ടായി? വിത്തുകാളയുമായി BJPക്കാർ സതീശന്റെ പുറത്തു കയറുവാൻ എന്തുകൊണ്ട് വന്നു? പിണറായി ഇന്നലെ പത്രസമ്മേളനം വിളിക്കുവാനും തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുവാനും കാരണം എന്താണ്? ഇന്നും ലോകമെമ്പാടുമുള്ള അമപങ്കന്മാർ കോൺഗ്രസ് നേതൃത്വത്തെയും ഇവന്മാരെയും വലിച്ചു കീറുവാൻ കാരണം എന്താണ്? ഈ അസൂയമൂത്ത തിരുമണ്ടൻ കാണിച്ച ആ ഒരൊറ്റ നടപടി കൊണ്ടാണ്. എന്താണത്? വെറും ആരോപണത്തിന്റെ പേരിൽ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്തു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആരോപണത്തെ നിരാകരിക്കുകയും നേതാവിനെ ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവന്മാരെ സമൂഹം വാഴ്ത്തുമായിരുന്നു. സ്ത്രീകൾക്കും അമ്മമാർക്കും വേണ്ടി എന്നും പറഞ്ഞ് പുറപ്പേട് കാണിച്ച നെട്ടൂർ താരകനെ അമ്മമാർ വലിച്ചു കീറുന്നതാണ് നാം കാണുന്നത്. ഈ നടപടിയിലൂടെ കോൺഗ്രസ് നേതൃത്വം നടത്തിയത് ആരോ തൊടുത്തുവിട്ട ആരോപണങ്ങളെ ശരിവെക്കുന്നു എന്ന് അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ എതിർപക്ഷത്തിന് പ്രതിഷേധിക്കത്തില്ലേ? കിട്ടിയാൽ എല്ലാവരെയും വലിച്ചു കീർത്തില്ലേ? അന്തരീക്ഷത്തിലൂടെ പോയ ഒരു ആരോപണം തോട്ട് കെട്ടിപ്പിടിച്ച് തൻ്റെ നിക്കറിനകത്ത് വെച്ച ഈ മലരൻ ഒരു മണ്ടനല്ലേ? ഇവൻ വക്കീലാണ് എന്നാണ് പറയുന്നത്. ഒരു ലോ കോളേജിൻ്റെ തിണ്ണയിൽ കയറണ്ട, അടുത്തുള്ള തട്ടുകടയിൽ പോയി അവിടെ ചായ അടിക്കുന്നവനോട് വല്ലപ്പോഴും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ പോലും ഇതിലും നിയമബോധം ഇയാൾക്ക് ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ ഇതാ സതീശന്റെ മാത്രം ഉത്തരവാദിത്തമാണ് രാഹുലിൻ്റെ പീഡനമേറ്റ ആരെയെങ്കിലും തപ്പിക്കൊണ്ടുവരിക എന്നത്. അതിനായി കിണഞ്ഞു ശ്രമിക്കുകയാണ്. രാഹുലിൻ്റെ കൂട്ടുകാരനാണെന്ന് പറയുവാൻ പറ്റിയ കുണ്ടന്മാരെ തപ്പി ഇന്നലെ രാത്രി സതീശൻ കുണ്ടന്നൂർ പാലത്തിനടിയിൽ നേരം പുലരുവോളം ഉണ്ടായിരുന്നു എന്നാണ് ഹൈക്കമാൻഡിലെ ഉദ്ധരിച്ച് ചില മോന്മാർ പറയുന്നത്. ഭരണപക്ഷത്തെ കഴിഞ്ഞ വർഷം 10 വർഷം മുൾമുനയിൽ നിർത്തേണ്ടുന്ന പ്രതിപക്ഷത്തെ പിണറായി വിജയന്റെ അടിവസ്ത്രം അലക്കി കൊടുക്കുന്ന അടിമകളാക്കി അതപ്പതിപ്പിച്ചത് ഈ ഒറ്റയൊരുത്തനാണ്. ഇവൻ ഖദർ സ്റ്റിഫാൻ ഷൈൻ മുക്കിയിട്ട് ഫേഷ്യലും ചെയ്ത് കിട്ടുന്ന കമ്മീഷനും മേടിച്ച് നക്കിയിട്ട് ഇപ്പോൾ സ്വന്തം പാർട്ടിയെ നശിപ്പിക്കുവാൻ ഇതാ ജട്ടി വിപ്ലവം നയിക്കുന്നു. ഇപ്പോൾ കണ്ടോ, എല്ലാവരെയും ഒതുക്കിയത് കൊണ്ട് ഈ സതീശൻ മാത്രമാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്നത്. അരമനക്കൊണ്ടന് മൈക്ക് കണ്ടാൽ മൂത്രമൊഴിക്കുവാൻ തോന്നും, നാക്കുവരളും എഴുതി കൊടുത്തെങ്കിലേ മറുപടി പറയുവാൻ പറ്റൂ. ഇതാണ് സതീശൻ ആഗ്രഹിച്ചത്. രാഹുലിനെ തിരികെ എടുത്ത് കൂടെ നിർത്തുന്നതുവരെ ജനങ്ങളുടെ പ്രതിഷേധം തുടരും. ഇന്ന് മിഷൻ 60യുടെ 3ാം ദിനം. രാഹുലിനെ ക്രൂശിച്ച ത്രിമൂർത്തികൾ ചതീശൻ, രമേശൻ, സരിതേശൻ, പിന്നെ ഗുണവും മണവുമില്ലാത്ത അരമനക്കൊണ്ടൻ എന്നിവർക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സതീശൻ അയാൾ പറഞ്ഞുകാരനല്ല, നെട്ടൂരുകാരന, നെട്ടൂർ സ്വദേശിയാണ്, നെട്ടൂരാണ് ജനിച്ചു വന്നത്. ചാനലിൽ പറയുന്നത് സതീശൻ പറവൂരുകാരനല്ല, നെട്ടൂരുകാരനാണ്. നമ്മുടെ ലേക്ഷോർ ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന അവിടെ നെട്ടൂരുകാരനാണ്. നെട്ടൂര് വടശ്ശേരി സതീശൻ, വടശ്ശേരി ഉണ്ണി ജ്യേഷ്ഠൻ, അനിയൻ മനോഹരൻ. നോക്കിയാൽ വേറെ 2 ചേട്ടന്മാരുണ്ട്, മനോഹരൻ, ഉണ്ണി. ഇവരൊക്കെ നെട്ടൂര് ജനിച്ചു വളർന്നു. നെട്ടൂരിന്റെ പുതിയ പുള്ളി കടാറിന്റെ പുറകെ നടന്ന് നേതാവായ ജനിച്ചു വളർന്ന നെട്ടൂര്. അയാൾ പറവൂര് മണ്ഡലത്തിൽ മത്സരിച്ചതേ ഉള്ളു. സാറേ, എന്റെ പേര് തോമസ് എന്നാണ്. ഞാൻ കുണ്ടറയിൽ നിന്ന് വിളിക്കുകയാണ്. ഈ ന്യൂസുകളൊക്കെ കണ്ടിട്ട് വിളിച്ചതാണ്. എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഈ സതീശൻ എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ അണ്ടർ നിലക്കുന്ന അവനും
രമേശ് ചേനത്തല എന്ന് പറയുന്ന ഒരു ചേനത്തലയാണ്. ചേനത്തല എന്ന് ഞാൻ പറയുന്നത് ചെന്നിത്തല എന്ന ആ പേരിന്റെ അതുപോലും കളങ്കപ്പെടാതിരിക്കാനാണ് ചേനത്തല എന്ന് പറഞ്ഞത്. ഇത്രയും നികൃഷ്ട ജീവികൾ ഈ ഭൂമിയിൽ ജനിച്ചു പോയത് തന്നെ നാണക്കേടായിട്ട് തോന്നുവാണ്. ഞാൻ കോൺഗ്രസ് പ്രവർത്തകനൊന്നുമല്ല. ഞങ്ങളുടെ കുടുംബവും ഫാമിലിയും എല്ലാം കോൺഗ്രസ്സുകാരുമാണ്. ഞാൻ ഈ കൈപ്പത്തിക്ക് മാത്രം കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്ത് വന്നവരാണ്. എനിക്ക് കോൺഗ്രസിനുള്ള പ്രതിപക്ഷമൊന്നും അല്ല. എങ്കിലും ഞാൻ ഇന്ന് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് ഒറ്റ കാര്യത്തിലുള്ള എന്താണെന്നറിയോ? ഈ BD സതീശൻ കൊണ്ട് അങ്ങേര് അടിവസ്ത്രം അങ്ങേര് കഴിയിക്കുന്നല്ലോ. പിണറായി വിജയൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അണ്ടർവെയർ ഊരിയിട്ട് കൊടുക്കുമ്പോൾ ആ അണ്ടർവെയർ കഴുകേണ്ട അണ്ടർവെയർ ഈ BD സതീശനെ കൊണ്ട് കഴിക്കുന്നതിനകത്ത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഞാൻ പിണറായി വിജയൻ അംഗീകരിക്കുന്നുള്ളൂ. ഞാൻ ഒറ്റ കാര്യത്തിൽ മാത്രമേ, ബാക്കിയൊന്നിലും അല്ല. ഈ ഇങ്ങനെയുള്ള മേൽവസ്ത്രങ്ങളെല്ലാം കഴുകുന്നത് സുരേന്ദ്രനും അടിവസ്ത്രം അണ്ടർവെയർ കഴുകുന്ന ജോലി ഈ BD സതീശനുമാണ്. പിണറായി വിജയൻ അടിവസ്ത്രം BD സതീശനെ കൊണ്ട് കഴിക്കുന്ന ആ ഒരു കഴിവിനെ മാത്രം ഞാൻ അംഗീകരിക്കും. കാരണം ഇന്ന് കേരളത്തിലെ സകല ജനങ്ങളും നോക്കുന്നത് ഈ നികൃഷ്ട ജീവിയെ പിണറായി വിജയനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് നോക്കുമ്പോൾ എങ്ങനെ ഇവരെ ഭരണത്തിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്ന രണ്ട് ജീവികളാണ്. ഒന്ന് ഈ BD സതീശനെ അടിവസ്ത്രം കഴുകുന്ന BD സതീശന്, ഒന്ന് രമേശ് ചേനത്തലയാണ്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇവരെ രണ്ടുപേരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോൽപ്പിക്കാമോ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ഈ രണ്ടുപേരും ഇതിനകത്ത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഈ രണ്ട് നികൃഷ്ട ജന്തുക്കളെ തോൽപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇനി തുടർന്ന് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ എന്ന് പറയാം ഇപ്പൊ സമയത്ത് ഈ കോൺഗ്രസിന്റെ നെടുന്തൂണുകളായിട്ട് നിൽക്കുക. ഇവനൊക്കെ ഇന്നും വാതുറക്കുന്നൊക്കെ ഇവരുടെ കഴിവുകൊണ്ട് മാത്രമല്ലേ. അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഈ BD സതീശനും ഉണ്ടാവരുത്, ചേനത്തലേനും ഉണ്ടാവരുത്. ഇവരെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊന്നുമില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും ഉണ്ടാവരുത്. ഇവരെ എങ്ങനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഇവർ നിയമസഭയിലേക്ക് ഉണ്ടാവരുത്. ഇവരാണ് ചെറുപ്പക്കാർ വരട്ടെന്നേ, ഇനി ചെറുപ്പക്കാർ വരട്ടെ. എന്റെ പേര് സീനത്ത് സാറ്. ഞാൻ എറണാകുളമാണ്. ഇപ്പോൾ ഞാൻ വിളിക്കുന്നത് ഇടുക്കി നിന്നാണ് വിളിക്കുന്നത്. ഈ സതീശനും ചെന്നിത്തലേനെയൊക്കെ ഇനി ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിലല്ല രാഹുൽ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ ചവിട്ടി പുറത്തിയാക്കിയ ആൾക്കാർ എങ്ങനെയാണ് ഇനി ജനങ്ങളെ സേവിക്കാൻ പോണ? ഒറ്റ മനുഷ്യർ അയാൾക്ക് വോട്ട് ചെയ്യുക. അവർക്ക് ഇനി ഇലക്ഷന് നിൽക്കണമെങ്കിൽ ചെയ്യാത്ത രീതിയിലുള്ള ചാനലിൽ കൂടി സാറിനൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയണല്ലാണ്ട് ചാനലിൽ കൂടി അതിന് ജനങ്ങളെ ഒന്ന് അറിയാത്ത ജനങ്ങളെയും കൂടി ഒന്ന് അറിയിക്കുക. എങ്ങനെ ജനങ്ങൾ തന്നെ ചാമ്പലായി പോകും ഇവന്മാരെയൊക്കെ ഇനിയും ജയിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. ഈ സതീശനും ചെന്നിത്തലനെയൊക്കെ ഇനിയും ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള രാഹുലിനെ ഒരു തെറ്റും ചെയ്യാത്ത രാഹുലിനെ ചവിട്ടി താഴത്തേക്കിട്ട ആൾക്കാർ ജനങ്ങൾ ഇനി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ ഇവര് വല്ല സേവിക്കുമോ? എന്തിനും ഇവരൊക്കെ കാശ് മേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, അല്ലാണ്ട് അവർ പാർട്ടിയൊന്നുമല്ല സാറേ. എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ ഈ രാത്രിയായിട്ടും വിളിച്ചത്. കിടക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള നാളെ എല്ലാവർക്കും ഇതേപോലെ ഇവന്മാർ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ കേസും കൂട്ടോ ആക്കുക. ഒരു കാരണവും ഇല്ലാണ്ടല്ലേ ഇപ്പം ഇവന്മാരൊക്കെ ശുദ്ധന്മാരാണോ? ഈ പെണ്ണുങ്ങൾ വേണ്ടാധീനം കാണിക്കാൻ വേണ്ടി വെറുതെ ഒരാണ് വെറുതെ നിന്നുണ്ടാവോ? ഒരു 5 വയസ്സായ കൊച്ചുങ്ങളെയല്ല ചെയ്തത്. എല്ലാം തരംതിരിവും എല്ലാ പ്രായപൂർത്തിയായ അവൾമാരെയല്ലേ ഈ ചെന്ന് നാടകം കാട്ടിയിട്ട് ഈ കാശ് മേടിച്ച് ഈ ആവശ്യമില്ലാണ്ട് ഈ ഞങ്ങൾക്ക് വിഷമം വന്നിട്ട് വയ്യ. അതുകൊണ്ടാണ് ഈ രാത്രിയായിട്ട് കുത്തിയിരുന്ന് വിളിക്കുന്നത്. എത്ര നേരമായി വിളിക്കുന്നത്. ഇവരൊക്കെ ഇനി ഞങ്ങളെങ്ങനെ വിശ്വസിക്കണം? ഞങ്ങളും കോൺഗ്രസ്സുകാർ തന്നെയാണ്. പക്ഷെ എങ്ങനെ ഞങ്ങൾ ഇവരൊക്കെ ഇനി ജയിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇവർ ഞങ്ങളെ സേവിക്കോ? ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ലേ ഇവരൊക്കെ വോട്ട് ചെയ്ത് ക്യൂ നിന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് വോട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുന്നത്. എന്നിട്ട് അവര് സ്വന്തം നല്ല ഒരു കരുത്തുറ്റ ഒരു മനുഷ്യത്വമുള്ള നല്ലൊരു ചെറുപ്പക്കാരനായ ആ രാഹുലിനെ ചവിട്ടി ഇട്ടപ്പോ സ്വന്തം കൂടെയുള്ള ആളെ ചവിട്ടി താഴ്ത്തിട്ട് നാളെ ഈ ജനങ്ങളെ വെറുതെ വിടുമോ? ഇവരെന്തിനാ ഇവിടെ കയറി? ഞങ്ങളൊന്നും വോട്ട് ചെയ്യൂല. എനിക്ക് പറ്റണില്ല സാറേ ക്ഷമിക്കണേ. ഞാൻ സാറെങ്കിലും ഇതിനൊരു എന്തെങ്കിലും അറിയാത്ത ജനങ്ങളെയും കൂടി ഒന്ന് ബോധവൽക്കരിക്കും. ഈ സതീശനെയും കേട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ തോറ്റി തുന്നം പാടട്ടെ. അവരൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ അവർക്ക് കയറി ഇരുന്നിട്ട് ഈ അതിക്രമം കാണിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സങ്കടം കൊണ്ടാ സാറേ ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ എന്ന പ്രദേശത്താണ് ഉള്ളത്. സോഷ്യൽ വർക്കറാണ്. പിന്നെ ഒരുപാട് സോഷ്യൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് കോൺഗ്രസ് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധി വളരെ കഷ്ടപ്പെട്ട്
ഒറ്റയാൻ പോരാട്ടമായി ഇന്ത്യ മുഴുവൻ നടക്കുമ്പോൾ ഇവിടുത്തെ കുത്തക വ്യക്തികൾ ഈ കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് സാറിന്റെ ചാനലിലെ ആളുകളുടെ റെസ്പോൺസ് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരു ഷാഫി പറമ്പില്, അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം, അതേപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, മൂന്ന് വ്യത്യസ്ത മതത്തിലായിട്ടും ആളുകൾ ആ 3 പേരെയും ഒരേ ലെവലില് പിന്തുണക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ മനുഷ്യത്വം മരവിച്ചില്ല എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറഞ്ഞു, ഇത് സെൻട്രലൈസ്ഡ് അംഗത്വം എടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം ഇവരുടെ കുത്തകയാണ് കോൺഗ്രസ്, കുറച്ച് ആളുകളുടെ കുത്തകയാണിത്. ആ കുത്തക തകർക്കണമെങ്കിൽ ഇവരുടെ കെയർ ഓഫിലാണ് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. ആ മെമ്പർഷിപ്പ് നശിപ്പിച്ചിട്ട് നേരെ ജനങ്ങളുടെ മെമ്പർഷിപ്പിലേക്ക് വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് തന്നെയാവും. അത് കോൺഗ്രസ് വലുതാകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല, ഇവരുടെ കുത്തക തകർന്നു പോയാൽ ഇവരുടെ സ്വന്തം ജീവൻ തകർന്നു പോകും. പക്ഷെ ജനങ്ങളുടെ ഈ I2I ചാനലിനോട് ജനങ്ങൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ വല്ലാതൊരു സന്തോഷം. രാഹുലിന്റെ വിഷയത്തിനെക്കാട്ടും എനിക്ക് സന്തോഷം തോന്നുന്നത്, എനിക്ക് പ്രയാസം തോന്നുന്നത് ഈ ആളുകളുടെ പിന്തുണയാണ്. ഇത്തരം മനുഷ്യരെ വളർത്താൻ I2I ചാനല് മുൻപന്തിയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ ഏരിയമ്മ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിനൊക്കെ ഭയങ്കര മതിപ്പാണ്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യൂസ് കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. കോൺഗ്രസ് ആണ്, ഞാൻ ചെറുപ്പം കാലത്തോടെ കോൺഗ്രസ് ഒരു വ്യക്തിയാണ്. ഇവരെയൊക്കെ ഇടിച്ചു നിരത്തുന്ന പോലുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. അവനെ ചേർത്ത് നിർത്താനുള്ള കഴിവ് ഇവരുടെ കയ്യിലായിരുന്നു. ഞാൻ പറയുന്ന രാഹുൽ മാങ്കൂട്ടം VD സതീശന്റെ എവിടെ മത്സരിക്കുന്നത്, അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. VD സതീശനെ തോറ്റു തുന്നുന്ന രാഹുൽ മാങ്കൂട് ഇത്രയും ഫോട്ടോ കണ്ടതിൽ രാഹുൽ മാങ്കൂട് ആരെയും വായി കേക്ക് തിരികാൻ പോയിട്ടില്ല. ഇവരൊക്കെ കാണിക്കുന്ന വൃത്തികേട് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ ചെറിയ തലമുറകളാണ് ഈ പുരുഷന്മാരെ കൂടെ വഴിതെറ്റിക്കുന്നത്. ചില പെണ്ണുങ്ങൾ കൊച്ചു പിള്ളേരുടെ ഉടുപ്പ് ഇട്ടുകൊണ്ട് വെളുവാനൊക്കെ വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏത് മനുഷ്യനെ ആകർഷിക്കാതെ? ഞങ്ങളൊക്കെ പ്രായപൂർത്തിയായവരാ, ഞങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ന്യൂസൊക്കെ കേൾക്കാനും താല്പര്യമാണ്. ഈ ചെറുപ്പക്കാരുടെ അവരാണ് ഭാവിയിലേക്കുള്ള ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഞാൻ ഏപ്രിൽ മാസത്തിൽ ഒരു കല്യാണത്തിന് കോട്ടയത്ത് പോയി. കോട്ടയത്ത് പോയപ്പോൾ ഒരു MLA കണ്ടു. MLA ഫോട്ടോ എടുത്തു. MLAയോട് ഞാൻ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ കോൺഗ്രസിൽ ഒത്തൊരുമിച്ച് നിന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം താഴെപ്പിക്കണം, അല്ലെങ്കിൽ കേരളം നശിച്ചു പോകും എന്നാ MLAയോട് പറഞ്ഞാണ്. മുഖത്ത് നോക്കി പറഞ്ഞാണ്, നിങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണമെന്ന്. എന്നിട്ട് ഇവരൊക്കെ കാണിക്കുന്ന അഭിപ്രായം കണ്ടു കഴിഞ്ഞാല് ഭയങ്കര സങ്കടമായിപ്പോയി. ഒരു മുതൽക്കൂട്ടാണ് ചെറുക്കൻ. ആ ചെറുക്കനെയൊക്കെ ഇങ്ങനെ അപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവന്മാരൊക്കെ ചൂലെടുത്ത് അടിക്കണ്ടേ? ഈ രതീഷിനാണ് കഴിഞ്ഞ വർഷം ഭരണം കൂടെ മാർക്സിസ്റ്റുകാർക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ഭരണം പോവുകയായിരുന്നു. ഇവ സപ്പോർട്ടാണ് മാർക്സിസ്റ്റ്. മാർക്സിസ്റ്റിന് പണം ഇഷ്ടം പോലെ വീട്ടിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഭരണം കഴിഞ്ഞ പ്രാവശ്യം പോയത്, അല്ലെ പോവുകയായിരുന്നു. എന്റെ പേര് അജയൻ, ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കാൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് എല്ലാം ചെയ്തു, ഒരു കാരണവുമില്ലാതെ. കോടതിപരമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്ന എന്തെങ്കിലും പോലീസ് കേസോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പാർട്ടി തന്നെയാണ് ചതിച്ചത്, ഈ കോൺഗ്രസ്. അത് ഈ സതീശനും ഈ കൂട്ടാളികളും ചേർന്ന് ചെയ്ത വേലയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർ പരിശോധിച്ചിട്ടല്ലേ നടപടി എടുക്കേണ്ടത്. അത് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കൊരു അഭിപ്രായം ഉള്ളത്, ഈ നേതാക്കന്മാര്, യുവ നേതാക്കന്മാര്, ഈ ചാണ്ടിമ്മനും ഈ ഷാബി പറമ്പില്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി അടുത്ത ഇലക്ഷൻ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഈ എന്താ പറയുന്ന ഈ സതീശനൊക്കെ ഈ 3 പാലം തകർന്നിട്ടും അതിനുവേണ്ടി പ്രതിരോധിക്കാനോ അതിനുവേണ്ടി ഒരു വർത്തമാനം പറയാനോ പോയിട്ടില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഇവര്. അപ്പോ എനിക്ക് വേറൊരു അഭിപ്രായം കൂടെ ഉള്ളത്, ജനങ്ങൾ സംഘടിച്ച് ഈ 6 മാസം സസ്പെൻഷനിൽ നിന്ന് ആളിനെ നിയമസഭയെ കൊണ്ടിരുത്തണം. എന്നാലേ യുവമാര് മനസ്സിലാക്കുള്ളൂ ജനങ്ങൾ ആരെ കൂട്ടത്തുന്നത്. എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കുടുംബമാണ്, പണ്ടേ ഉള്ളതാണ്. 60 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ്.
പക്ഷെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് ദയനീയമായി തോറ്റ് തൊപ്പിയടിച്ച് വീട്ടിൽ വരും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, ഇവർ ചെയ്യുന്നത് അത്രയും, അതായത് നല്ല ഭാഷയിൽ പറഞ്ഞ കുളരായ്മയാണ് ചെയ്യണത്. പിന്നെ ഈ പെൺകുട്ടിക്ക് അങ്ങനെ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബ്ലഡ് എടുത്ത് ഇയാളുടെ ഈ രാഹുലിന്റെയും ബ്ലഡ് എടുത്ത് DNA ടെസ്റ്റ് നടത്തി പരിശോധിച്ച് അതിന്റെ നടപടി എടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്യാതെയാണ് ഈ നടപടി. ഈ കോൺഗ്രസിന്റെ അഡ്രസ് ഉണ്ടായി കൊടുത്തത് ഇവരൊക്കെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടും എല്ലാമാണ് ഈ സമരവും സത്യാഗ്രഹവും എല്ലാം നടത്തിയത്. അപ്പൊ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവര് ചെയ്തിട്ടുള്ളത്. സാറിന് ഈ ചാനൽ ഞാൻ കാണുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ട് ഒരുപാട് സങ്കടത്തിലാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് പറയുന്നത് നല്ലൊരു പയ്യനാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പുള്ളി ഈ ഇത്രയും വലിയ ഒരു അപകടത്തിൽ പെടുന്നതിൽ സങ്കടമുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് വളരെ ദുഃഖമുണ്ട്. പിന്നെ VD സതീശന്റെ നിലപാട് വളരെ മോശമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ഒരുപാട് ജനങ്ങളുണ്ടെന്നുള്ളതിനകത്ത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പിന്നെ ഈ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പം സ്ത്രീകൾ ഒരുപാട് ആരോപണമായിട്ട് വന്നിരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ. പിന്നെ കോൺഗ്രസിന്റെ ആ ഒരു നിലപാട് വളരെ ദുഃഖകരം. രമേശും പിന്നെ സതീശനും ഇന്ന് കോൺഗ്രസിലുണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത് പോലും ഈ രാഹുല് പിന്നെ ഷാഫി പറമ്പിൽ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് അറിയുന്നത്. ഈ സതീശൻ തന്നെ തല ഉയർത്തി നിൽക്കുക. സതീശൻ പറവൂർ ഒരു MLA ഉണ്ടെന്ന് ഇങ്ങനെ അറിയുകയുള്ളായിരുന്നു. രംഗത്ത് വരുന്നത് രാഹുലിന്റെ തണലിൽ തന്നെയാണെന്ന് തന്നെ ഉറച്ചു പറയാനുള്ളത്. എന്റെ പേര് തോമസ്. ഞാൻ തൃശ്ശൂര്. ഞാനൊരു വീട്ടിലെ ജോലിക്കാരനാണ്, വീട്ടുകാരുടെ ജോലിക്കാരാണ്. സാറേ, ഞാൻ ചോദിക്കണത്, ഈ രമേശ് ചെന്നിത്തലയും സതീശനും കൂടിയിട്ട് സണ്ണി ജോസഫ് ഇവര് ഈ കോൺഗ്രസ്സുകാർ കൂടി എല്ലാവരും കൂടി ഈ പാവത്തിനെ ഈ വെട്ടുകിളിയെ പോലെ വേട്ടാടേണ്ട വല്ല കാര്യമുള്ള കാര്യമാണത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ ഓരോ തമ്മിൽ തല്ലൂത്തും കൂത്താട്ടവും ഇതൊക്കെ കണ്ട് കോൺഗ്രസ്സുകാർ വരെ വെറുക്കാൻ തുടങ്ങി. ഇനി ഇവർക്ക് ഒരു ഭരണം കിട്ടിയ ഈ സതീശൻ മുഖ്യമന്ത്രിയായി കേരളം ചുട്ട് നശിപ്പിക്കുന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും വല്ല തെളിവുണ്ടോ ഇതിനെപ്പറ്റി? അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ച സാറിൻ്റെ അടുത്ത്. ഇതിനെപ്പോലെ ജനങ്ങൾ എല്ലാവരും കൂടി ഇതിന് സഹകരിച്ച് ഇതിന് ഒരു ഒട്ടൊരുമോര് കൂടി പോയില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാവും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാറേ. ഞാൻ വയനാട്ടിലാണ്. എൻ്റെ പേര് ഖദീജ. ഇപ്പൊ ഉരുളുപൊട്ടിയ സ്ഥലത്തു നിന്നാണ് ഞാൻ ചോദിക്കണം. രാഹുൽ മാങ്കൂട്ടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. അപ്പൊ അവരെ പറ്റി ഇങ്ങനെ കംപ്ലൈന്റ് വരും. അതിലും വലിയ പെണ്ണുകൂടിയന്മാരൊക്കെ നമ്മൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോ അവർക്കൊന്നും ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ ഇങ്ങനെ തകർക്കണതിനെ കൊണ്ടേ മനസ്സ് വിഷമിച്ച് ഞങ്ങളൊക്കെ പ്രസവിച്ച അമ്മമാരല്ലേ. അപ്പോ എല്ലാവരും ചെറുപ്പക്കാരാകുമ്പോ ചെറിയ ഇതൊക്കെ അതിന് നിൽക്കുന്ന പെണ്ണുങ്ങളും അതിൽ തെറ്റുകാരാണ്. രാഹുൽ മാങ്കൂട്ട മാത്രമല്ല. അപ്പൊ അവർക്കും ഇതിനുള്ള ശിക്ഷ കൊടുക്കണം. അല്ലാതെ ഇതിലും വലിയ പെണ്ണുടിയന്മാർ അവിടെ ഉണ്ടാവുമ്പോ ഇവനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല. എത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. ഞാൻ ജോണാക്കാട്ടില്ല. ഇതിൻ്റെ അകത്ത് എന്ത് മെറിറ്റ് ഉണ്ടായിട്ടാ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെയാണെങ്കിൽ ഈ ഗണേശനും പിന്നെ നമ്മുടെ ശശീന്ദ്രനും ഐസക്കും പിന്നെ നമ്മുടെ മുകേഷും ഇവരുടെയൊക്കെ തീവ്രത അളക്കുന്നതല്ലാതെ അവരാരും രാജിവെച്ചില്ലല്ലോ. പിന്നെ കോൺഗ്രസിൽ മാത്രം നോക്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇവിടെ നമുക്ക് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ട്. അതിന് പ്രകാരം പോട്ട് പരാതി കൊടുത്ത് കോടതി പറയട്ടെ, അതേ പോലീസ് FIR ഇട്ട് കഴിഞ്ഞ പോരായോ? അതിനു മുമ്പേ ഇത് കറക്റ്റ് ചെയ്യുന്നത് ഈ സതീശനും ഈ രമേശനും ഈ മുരളീധരനും ഒക്കെയാണ്. ഈ വായി നോക്കിയുടെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം അന്ന് തുടർഭരണം കിട്ടേണ്ടതാ. ഈ സതീശനും നമ്മുടെ ആദർശ ധീരന് VM സുധീരനും കൂടെ അത് നശിപ്പിച്ചത്. സ്വന്തം പാർട്ടിക്കാരെ കള്ളന്മാരെന്ന് വിളിച്ച് അങ്ങനെ നശിച്ചതല്ലയോ? അല്ലെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിക്ക് രണ്ടാം ഭരണം കിട്ടേണ്ടി. ആ പാവം പിടിച്ചവനെ നശിപ്പിച്ചതാരാ? ഈ മാർക്സിസ്റ്റുകാരോടൊപ്പം നിന്നിട്ട് അയാളെ ഇല്ലായ്മ കൊല്ലാക്കൊല ചെയ്തത് ഈ ബാർമുലാളി രമേശനും. ആ രമേശൻ പടൂർ പ്രകാശിന്റെ ബന്ധുവാ. അവനെല്ലാം കൂടിയല്ലേ ആ ഉമ്മൻചാണ്ടി സാറിനെ ഇല്ലായ്മ ചെയ്തത്. എന്താ ഇവരൊന്നും വന്ന് ഒരുത്തരെങ്കിലും സപ്പോർട്ട് ചെയ്തു? അതുപോലെ തന്നെ രാഹുലും അവൻ വളർന്നു വരുന്ന ചെറുക്കനാ. അപ്പൊ ഇതിൻ്റെ തെറ്റോ കുറ്റോ ആർക്കറിയാം?
എന്നിട്ട് ഇപ്പോൾ ഒരാൾ തന്നെ അങ്ങനെ തെറ്റുകാരാകുന്നത്. തെറ്റുകാർ ഒരു കുറ്റം ചെയ്ത രണ്ടു കൂട്ടരും തെറ്റുകാരല്ലേ? ബലാത്കാരം ചെയ്യുമോ, ഓക്കെ, പീഡിപ്പിക്കുകയോ ബലാത്കാരം ചെയ്യുമോ, എന്നെ കൈയും കാലും കെട്ടിയിട്ട് വ്യഭിചരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് കുറ്റകരമായ അവസ്ഥയാണ്. ഇത് രണ്ടുപേരും കൂടെ സമ്മതിച്ചിട്ട് ഇതിനു മുമ്പ് പലരും പറയുന്നത് കേട്ടു, കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞ് കയ്യിലെ കാശും വാങ്ങിച്ചേച്ച് ലാസ്റ്റ് മൂമെന്റ് ബാർഗെയിനിങ് ആയത്, കൂടുതൽ പൈസ ഒക്കെ ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ ഉടനെ പീഡനമായി. ഈ ശോഭാ സുരേന്ദ്രനെ റിപ്പോർട്ടറിലെ സുജയ പാർവതിയെ പറ്റി പറഞ്ഞ റിമാർക്സിന് എന്ത് മറുപടിയുണ്ട്? അതുപോലെ സ്മൃതി പരുത്തിക്കാട്ടിൽ അവിടെ ആവേശം, അവളെപ്പറ്റി ഉള്ള കംപ്ലൈൻറ്റോ, അതുപോലെ മൊട്ട അരുണിൻ്റെ പോക്സോ കേസോ, അങ്ങനെ എത്ര മീഡിയയിൽ എന്തെല്ലാം നടക്കുന്നു. അതിനെപ്പറ്റി ആർക്കും ഒന്നും വേണ്ടേ? രാഹുൽ മാത്രമേ കുറ്റക്കാരനുണ്ടോ? അയാൾ കുറ്റക്കാരനെങ്കിൽ കോടതി പറയട്ടെ, അവിടെ പരാതി കൊടുക്കട്ടെ, ശിക്ഷ വരട്ടെ, അന്നേരം പിടിച്ച് പുറത്താക്കണം. വലിയ ആവശ്യം ഇതിനെക്കാട്ടിയൊക്കെ ഇപ്പം ഈ സരിത അലിഗേഷൻ പറഞ്ഞല്ലോ, വേണുഗോപാലിനെയും എൻ്റെ ഹൈബീഡിനെയും അടൂർ പ്രകാശിനെയും നമ്മുടെ മാണിയുടെ മോനെയും ജോസ് കെ മാണി എല്ലാം പറഞ്ഞല്ലോ. ജോസ് കെ മാണിയുടെ പീഡനത്തെ പറ്റി എന്നെ ഡൽഹി വെച്ച് നടന്നതിനെ പറ്റിയൊക്കെ സരിത വർണ്ണിച്ചല്ലോ. ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ലയോ? ആർക്കും രാജിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മാത്രം എന്തോ ഒരു രാജി. അന്ന് കെ സി വേണുഗോപാലോ ഹൈബീഡിനോ അടൂർ പ്രകാശോ ഒന്നും രാജിവെച്ചില്ലല്ലോ. അപ്പൊ ഇപ്പം ഇവിടെ ധാർമ്മികത എന്താ ഇവർക്കും കൂടിയേ? അല്ലെ ഇതിനു മുമ്പ് എൻ്റെ ഓരോരുത്തർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഉള്ള ധാർമ്മികത ഇവിടെ പോയി. ഇപ്പം മാത്രം ധാർമ്മികത. ഇതൊക്കെ ചുമ്മാ കൂടെ നിൽക്കുന്നവനൊക്കെ എൻ്റെ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പന്ന വായി നോക്കികൾ. കൂടെ നിൽക്കുന്നവനെ അവനൊക്കെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് വരട്ടെ. ഈ മുരളീധരൻ നായനും ഈ കെ സുധാകരനേക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അയാളെ ഈ വയസ്സാം കാലത്ത് ഇപ്പം പൂച്ചും പോയി പറയാൻ തുടങ്ങി. ഇല്ല, അയാൾ മതിയായിരുന്നു. അതുപോലെ ശക്തനായ ഒരു നേതാവില്ല. ആ പുള്ളി എന്തെങ്കിലും മീഡിയക്കാർ പറയുന്നൊരു തലതിരിച്ച് പറയും. ഇല്ലെങ്കിൽ അയാൾ മതിയായിരുന്നു, നല്ലൊരു നേതാവായിരുന്നു, ഇഷ്ടമായിരുന്നു. എനിക്ക് ഇവരെയൊക്കെ സതീശിനെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആദ്യകാലത്തൊക്കെ. പക്ഷെ ഇപ്പം ഇവൻ എനിക്ക് തോന്നുന്നത് വെറും ഏജന്റാ പിണറായിയുടെ. അവൻ്റെ ഓരോ പ്രവർത്തികൾ എന്തോ പുല്ലാവൻ ചെയ്യുന്നത്. നിയമസഭയിൽ കിടന്നടിച്ചിട്ട് കാര്യമുണ്ടോ? ഈ പിള്ളേർ സെറ്റിനെ വളർത്തിക്കൊണ്ട് വരാനുള്ളതിന് അവരെ അത് ഇല്ലായ്മ ചെയ്യാനുള്ള ഈ വയസ്സന്മാരുടെ കളിയാണ്. ഇവനെക്കാട്ടിയൊക്കെ കോൺഗ്രസ് പാരമ്പര്യം നമുക്കുണ്ട്. 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനം. ഇന്നും നാട്ടിലില്ലെങ്കിൽ പോലും വിദേശത്താണെങ്കിലും പാർട്ടിക്ക് വേണ്ടി നല്ലതുപോലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ നാട്ടുകാർക്കറിയാം. പിന്നെ ഇവൻ്റെയൊക്കെ അച്ചാരം വാങ്ങിച്ചാൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ടിന്നും ജീവിക്കുന്നു. പിന്നെ ഇവനൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്ത് പുല്ലാ ചെയ്തിട്ടുള്ളത്? അതിനെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇപ്പം കരഞ്ഞുകൊണ്ട് കിടക്കുക, കഴുത കരഞ്ഞ് കാമം തീർക്കുന്ന പോലെ. അതുപോലെ ഏതായാലും സുനിൽ സാർ ചെയ്യുന്ന ഇത് വലിയൊരു കാര്യമാണ്. ഇതിനുവേണ്ടി എന്ത് ഹെൽപ്പ് വേണമെന്നാലും ചെയ്തു തരാം. ഏതറ്റം വരെ പോകണം, വിടല്യന്മാരെ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 60 വയസ്സ് കഴിഞ്ഞു. മുമ്പ് KSU 78 മുതൽ KSU പ്രവർത്തിച്ചു. അത് കഴിഞ്ഞാൽ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. INTCയുടെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിമാർ ഈ സമയത്തൊക്കെ പ്രവർത്തിച്ചിരുന്നു. നമുക്കിപ്പോൾ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ല. പക്ഷെ ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർ കോൺഗ്രസിൽ വന്നപ്പോഴാണ് കോൺഗ്രസിന് ഉണർവ് വന്നത്. രാഹുൽ മാങ്കൂട്ടം അക്കൂട്ടത്തിൽ മുന്നിലാണ്. മന്ത്രിമാരെ കൂട്ടി കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എല്ലാ സമരങ്ങളും, കരികൊടി സമരങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഉദിച്ചു വരുന്നൊരു നേതാവ്, ശക്തനായ ഒരു നേതാവ്, നിയമസഭയിലെത്തിയപ്പോൾ വളരെ ശക്തമായി പ്രതികരിച്ചൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഒതുക്കാനുള്ള മുതിർന്ന നേതാക്കന്മാർ എന്ന് പറയുന്നവരുടെ പ്രവർത്തനം വളരെ സങ്കടം തോന്നുന്നൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. കേരളത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവർത്തനമല്ല. അത് വളരെ സങ്കടമായിട്ട് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായിട്ട് കോൺഗ്രസിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നവരെ പൊതുജനങ്ങൾ, സാധാരണക്കാരായ പൊതുജനങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാനിപ്പം CUC ഭാരവാഹിയായിട്ടും പ്രവർത്തിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളായിട്ട് ഇനിയും ജനങ്ങൾ മുന്നോട്ട് പോകും. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്താൻ
ഞങ്ങളാരും സമ്മതിക്കില്ല. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. പേര് മോളി, കൽപ്പറ്റയാണ്. ആ രാഹുൽ മങ്കുട്ടത്തിന്റെ കാര്യം പറയാൻ, ആ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് വേട്ടയാടിയെന്ന് കാണുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. എത്രയോ ദിവസങ്ങളായി എന്നറിയാം ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു ഭക്ഷണം പോലും എനിക്ക്. അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കോട്ടെ, പക്ഷെ അത് സത്യമാണോ എന്ന് പോലും അറിയില്ലല്ലോ. ഒരു പെണ്ണുമില്ല, ഒന്നുമില്ല. എന്നിട്ട് എനിക്ക് പിന്നെ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് വരുക. അപ്പൊ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ചാനൽ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. നിങ്ങളുടെ ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായി ഒന്ന് വിളിക്കണം എന്ന് ഓർത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങളുടെ വയനാട്ടിൽ ഞങ്ങളുടെ സിദ്ദീഖ് എംഎൽഎ എന്ത് നല്ലൊരു മനുഷ്യനെന്നറിയാം. ആ മനുഷ്യൻ ജനങ്ങളെ ചേർത്ത് പിടിക്കും. ഉമ്മൻചാണ്ടീനെ പോലെ അത്ര നല്ലൊരു മനുഷ്യനാണ് സിദ്ദീഖ് എന്നൊക്കെ പറയുന്നത്. ആ മനുഷ്യന് അതുപോലെയാണ് ഞങ്ങൾക്ക് രാഹുലും ഷാഫിയും അബിൻ ബർക്കി, കുറേ പിള്ളേരുണ്ട്, നല്ല നല്ല പിള്ളേര്. അവരെയൊക്കെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ട ആൾക്കാർ തന്നെ അവരെ ചവിട്ടി താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പൊ അവരിങ്ങനെ മുന്നോട്ട് വരണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിനോട് എൻ്റെ കൊച്ചിനെ ഒന്നും വരരുത്. അവനെ സമൂഹം ഏറ്റെടുക്കും. ഉറപ്പായിട്ട് അവൻ തിരിച്ചു വരും. 100 ശക്തിയോടെ അവൻ തിരിച്ചു വരും എന്നുള്ള ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. എന്റെ പേര് സണ്ണി തോമസ്, സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മുളയം. രാഹുൽ മാങ്കൂട്ടത്തിന് എതിർത്ത് സംസാരിക്കുന്ന വ്യക്തികള് സുവിശേഷമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത ഓരോ വ്യക്തികളാണ്. അതാണ് എൻ്റെ അഭിപ്രായം. വി.ഡി. സതീശൻ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി പറയുന്ന വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തി മറ്റുള്ളവരെ സേവിക്കണം എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞതാണ് എനിക്ക് വേദനയായത്. നല്ലൊരു വ്യക്തിയെ തെരഞ്ഞെടുത്തു ജനങ്ങൾ. ആ വ്യക്തിയെ ഇവര് തള്ളിക്കളയണം. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് എൻ്റെ അഭിപ്രായം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.